നിങ്ങൾക്കിപ്പം വർക്കൗട്ട് ചെയ്യാനായിട്ട് ജിമ്മിൽ തന്നെ പോകണമെന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം. പക്ഷേ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യാം. ഇത് നിന്ന് ചെയ്യുന്നതാണ്. ഇതിനെ തന്നെ നമുക്കിനി ജമ്പ് ചെയ്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്പേസ് കുറവുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ വലിയ ഒത്തിരി സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് റൗണ്ടിനോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഹായ്, എൻ്റെ പേര് സവിത. ഞാനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്, ഒപ്പം ഒരു അത്ലറ്റും കൂടിയാണ്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങാനായിട്ടുള്ള കാരണം എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലാക്കി തന്നത് കോവിഡ് ആണെന്ന് പറയാം. കോവിഡ് തന്നെയാണ് കാരണം. ഈ കോവിഡ് ടൈമിൽ ഒരു 2 ഇയേഴ്സോളം നമുക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ചെറിയ പ്രായം മുതൽ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് വന്നതാണ്. സ്പോർട്സ് ചെയ്ത് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ 2 വർഷ കാലയളവിൽ ഒന്നും ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് എൻ്റെ ബോഡിയിലുണ്ടായ ചേഞ്ചസ്, എനിക്ക് ബോഡി പെയിൻ, ജോയിൻസിലൊക്കെ പെയിൻ, പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടിയ ഒരു 14 kg പെട്ടെന്ന് തന്നെ കൂടുകയും ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ്, ബോഡി പെയിനൊക്കെ ഉണ്ടായി. ആ സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നത്. ഞാൻ ആകെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാതിരുന്നത് ഈ 2 വർഷം മാത്രമാണ്. അപ്പം ജനിച്ച് നാളിതുവരെ ആയിട്ട് ഒരു വർക്കൗട്ട് ചെയ്യാതിരുന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന ലേഡീസിനെ കുറിച്ച് അപ്പോഴും ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളീസ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഫോറിനേഴ്സിനെ നോക്കിയേ, അവരുടെ ഡെയിലി റൊട്ടീനാണ്. അവർ ഡെയിലി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ അവർ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിരിക്കും. അവർ ഫുഡ് കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക്. പക്ഷെ നമ്മുടെ മലയാളീസ്, നമ്മളെ ഇന്ത്യൻസ് ഒന്നും ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ലേഡീസ് ഒന്നും ചെയ്യുന്നില്ല. ജെൻസ് പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർ ജിമ്മിൽ പോകുന്നുണ്ട്. പക്ഷെ ലേഡീസ് ഇപ്പോഴും മുന്നോട്ട് വന്നിട്ടില്ല. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും അവർ മനസ്സിലാക്കുന്നില്ല. ജിമ്മെന്ന് പറയുമ്പോഴത്തേക്ക് ലേഡീസ് വിചാരിക്കുന്നത് ശരിക്കും മസിലൊക്കെ ഗെയിൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രൂപമാണ് ലേഡീസിൻ്റെ മനസ്സിലോട്ട് വരുന്നത്. പക്ഷെ അതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം പുതിയ തലമുറ എടുത്ത് നോക്കിയ പെൺകുട്ടികൾ ഇപ്പം എൻ്റെ സ്ഥാപനത്തിലോട്ട് വരുന്നതിൽ ഒരു 100-ൽ ഒരു 80-90% പെൺകുട്ടികൾക്കും PCOD ആണ്. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? വ്യായാമക്കുറവും അവരുടെ മോശമായ ഭക്ഷണ രീതിയും തന്നെയാണ്. ഒരു 1 month 2 month ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നീ പെയിൻ, ഷോൾഡർ പെയിൻ, ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടാകുന്നത് ശരിക്കും ഒന്നും ചെയ്യാതെ, ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കുന്ന. നമ്മളിപ്പോൾ ഒരു മെഷീൻ തന്നെ നമ്മൾ എടുത്ത് നോക്കിയാൽ, ഇപ്പം തയ്യൽ മെഷീൻ ആയാലോ ഏതൊരു മെഷീൻ ആയാലും നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നാൾ, ഒരു 1 month 2 month ഒക്കെ നമ്മൾ ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് കേടാകുന്നില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും. ശരിക്കും ഒരു മെഷീനാണ്. നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ, ഒരു മൂവ്മെൻറ്റ്സും ഇല്ലാതെ ഇരുന്നാൽ പെട്ടെന്ന് അത് കേടായി പോവും. നമ്മുടെ ബോഡി അതുപോലെ പെട്ടെന്ന് കേടായി പോവും. നിങ്ങൾക്കിപ്പം വർക്കൗട്ട് ചെയ്യാനായിട്ട് ജിമ്മിൽ തന്നെ പോകണമെന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം. പക്ഷേ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യാം. എന്താണ് എന്നുള്ളത് ഇന്ന് നമുക്ക് കുറച്ച് നോക്കാം. നമുക്കിപ്പം ജിമ്മിൽ പോകാൻ പറ്റാത്തവർ, യാത്രയിലായിരിക്കുമ്പോൾ ഹോട്ടൽ റൂമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സ്, അങ്ങനെയുള്ളത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കുറച്ചൊന്ന് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ജിമ്മിലോട്ട് പോയ ഉടനെ തന്നെ ഓടിപ്പോയി ഏതെങ്കിലും ഒരു മെഷീനിൽ പോയിരുന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ഇപ്പം വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴായാലും എന്തെങ്കിലും പെട്ടെന്ന് കയറി അങ്ങനെ ചെയ്യരുത്. വാമിങ് അപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി നന്നായി വാം ആയതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കൗട്ടിലോട്ട് പോകാവുള്ളൂ. ആദ്യം ലൈറ്റായിട്ട് സ്ട്രെച്ച് ചെയ്യുക, ചെറിയ ജോഗ് ചെയ്യുക, കുറച്ച് എക്സർസൈസ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ചെയ്യുന്നത് നോക്കാം നമുക്ക്. അതേ ഫുൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നു. ലൈറ്റായിട്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. ഒത്തിരി ഹാർഡായിട്ട് ചെയ്യേണ്ടതില്ല, കാരണം നമ്മൾ ബോഡി വാം ആയിട്ടില്ല. ഒരു കൈ പുറകിലോട്ട് വെച്ച് ഒരു കൈ ഷോൾഡറിലും ബാക്കിലോട്ട് സ്ട്രെച്ച്, അടുത്ത സൈഡിലോട്ടും പോട്ടെ. കാല് അതുപോലെ സ്ട്രെച്ച് ചെയ്ത് അടുത്ത കാലിലും ചെയ്ത് അത് കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് സൈഡിലോട്ട് പോട്ടെ, അടുത്ത സൈഡിലോട്ടും
ബോഡി ടേൺ ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്ത് ചെസ്റ്റ് ലെവൽ പൊങ്ങട്ടെ. സൈഡ് ചേഞ്ച്. ചെറുതായിട്ടൊന്ന് ജോഗ് ചെയ്തതിന് ശേഷം എക്സർസൈസിലോട്ട് പോവാം. സ്ലോ ജോഗ്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ജോഗ്. കുറച്ച് പോയാൽ മതി. സൈഡ് ടു സൈഡ്. ഇത് വാമിംഗ് അപ്പ് മാത്രമാണ്, വർക്കൗട്ട് അല്ല. ഇനിയാണ് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത്. ഈ എക്സർസൈസും കൂടി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കാവുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ബോഡി വാമായതിന് ശേഷം, ഇത്രയെങ്കിലും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വർക്കൗട്ടിലോട്ട് പോകാവുള്ളൂ. ഇപ്പോൾ ഇവർ ബോഡി നന്നായിട്ട് വാമായി കഴിഞ്ഞു. ഇനി ഏത് വർക്കൗട്ട് വേണമെങ്കിലും ഇവർക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ബിഗിനിങ് സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് എന്തൊക്കെയാണ്? ഇപ്പം ബോഡി വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഒത്തിരി ജമ്പിങ് വർക്കൗട്ട് പറ്റത്തില്ല. ഈ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് കൊച്ചുകുട്ടികൾ ഇവരെ പോലെയുള്ള പിള്ളേർ ചെയ്യുന്നത് പോലെയുള്ള വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് എങ്ങനെ ചെയ്യാം, ജമ്പ് ഒഴിവാക്കിയിട്ട് എങ്ങനെ ചെയ്യാം എന്നൊക്കെയുള്ളത് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ജമ്പ് ചെയ്തും ചെയ്യാം. ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ നിന്നും കൊണ്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ ചെയ്താൽ മതി. ബോഡി വെയിറ്റ് കൂടുതലുള്ളവർ, നീ പെയിൻ ഒക്കെ ഉള്ളവർ, അല്ലാതെ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ജമ്പ് ചെയ്ത് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇതൊരു 40 ടൈംസ് ചെയ്യാം. ഒരു 1 മിനിറ്റ് വേണമെന്നില്ല, ഒരു 30 സെക്കൻഡ്സ് റെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 30 സെക്കൻഡ്സ് റെസ്റ്റ് കഴിഞ്ഞിട്ട് നേരത്തെ നമ്മൾ കാല് സൈഡിലോട്ട് എടുത്തു, അടുത്ത് ഇതുപോലെ എടുക്കാം. ഇതിപ്പം ജമ്പ് ചെയ്യാൻ പറ്റാത്ത ബിഗിനിങ് സ്റ്റേജിലുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇതിപ്പോൾ റെഗുലർ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇതിനെ ജമ്പ് ചെയ്ത് ചെയ്യാം. ഇതുപോലെ ജമ്പ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതും 40 ടൈംസ് ചെയ്യാം. ഒരു കാലിൽ ഒരു 20 വെച്ച് അത്രയും തന്നെ മതിയാവും നമുക്ക്. അതായത് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും മതിയാവും. പിന്നെ ഗ്രാജുവലി നിങ്ങൾ കൂട്ടി ചെയ്താൽ മതി. അടുത്തത് ഇതും 40 ടൈംസ് ചെയ്യാം. ഒരു കാലിൽ 20 വെച്ചിട്ട് ചെയ്ത് കാണിച്ചേ. ഇത് നിന്ന് ചെയ്യുന്നതാണ്. ഇതിനെ തന്നെ നമുക്കിനി ജമ്പ് ചെയ്തും ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, നീ പെയിൻ ഉള്ളവർ, ബോഡി വെയിറ്റ് കൂടുതലുള്ളവർ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജമ്പ് ചെയ്തിട്ടുള്ളത് ഒഴിവാക്കുക. കുറച്ച് ഒരു 1 വീക്ക് 2 വീക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജമ്പ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. ചെയ്ത് ആദ്യം നിന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചേ. നിന്ന് കാല് പതി എടുത്താൽ മതിയാവും. അടുത്ത് ജമ്പ് ചെയ്തിട്ടുള്ളത് കാണിച്ചേ. കാല് സൈഡിലോട്ട് നിന്ന് ചെയ്യുന്നതാണ്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സൈഡ് ഫാറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇതിനു മുമ്പായിട്ട് ചെയ്തതല്ല, നമുക്ക് അബ്ഡോമിനും കൂടി എഫക്റ്റാണ്. ഇതിനെ തന്നെ നമുക്ക് ജമ്പ് ചെയ്തും ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിയേ, കാല് പുറകിലോട്ട്, ഓപ്പോസിറ്റ് കാലും കൈയും.
ഇനി ജമ്പ് ചെയ്ത് പോട്ടെ. അടുത്ത സ്കോട്ടാണ്. ഈ സ്കോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നീ പെയിൻ ഉള്ളവർ, നീയിൽ മുട്ടിന് തേയ്മാനം ഉള്ളവർ ഇത് ചെയ്യരുത്. ഇതിനെ തന്നെ നമുക്ക് ബിഗിനിങ് സ്റ്റേജിലുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചെയ്ത് ഇതുണ്ട്. കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഏജ് കുറവുള്ളവർ ഇതുപോലെ ജമ്പ് ചെയ്ത് ചെയ്യുക. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ എങ്കിൽ, അതായത് ബോഡി വെയിറ്റ് കൂടുതലുള്ളവർ, ബിഗിനിങ് സ്റ്റേജിലുള്ളവരും ഈ രീതിയിൽ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അബ്ഡോമിനും കൂടി എഫക്റ്റാണ്. ചെയ്ത് അടുത്ത കൈ സൈഡിലോട്ട് വയ്ക്കുക. ഇത് നമ്മുടെ അപ്പർ ബോഡി ലോവർ ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്വിസ്റ്റ് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡ് നന്നായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം ജമ്പ് ചെയ്യാൻ പറ്റാത്തവർ നിന്നിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ മതിയാവും. ജമ്പ് ചെയ്യാൻ പറ്റാത്തവർ അതുപോലെ തന്നെ നമുക്ക് അബ്ഡോമിന് ഇപ്പം കിടന്ന് ചെയ്യാൻ, ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഒത്തിരി കിടന്ന് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് നിന്നും കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അബ്ഡോമിന് നല്ല എഫക്റ്റാണ്. സൈഡ് പോട്ടെ, ചെയ്ത് കാണിച്ചേ. കാല് സൈഡിലോട്ട് കൂട്ടുമ്പോളോ മതി. ഇതൊരു 40, 50, 60 ടൈംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാം. നമുക്ക് ഇപ്പോൾ എപ്പോഴും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ ചെയ്യാം. നമുക്ക് ഇപ്പോൾ അബ്ഡോമിൻ്റെ ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുപോലും ഇനി ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നിടത്ത് നിന്ന് നമ്മൾ എത്രണ്ണം ചെയ്യുന്നോ അതായിരിക്കും നമ്മൾക്ക് കൂടുതൽ എഫക്റ്റ് ആകുന്നത്. അതുകൊണ്ട് മാക്സിമം അബ്ഡോമിൻ്റെ ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു 10ഓളം എക്സർസൈസ് ചെയ്തു, ബോഡി കുറച്ചൊന്ന് റിക്കവറി ആയതിന് ശേഷം ലൈറ്റായിട്ടുള്ള ജോഗ് ചെയ്യാം. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഇപ്പോൾ സ്പേസ് കുറവുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഒത്തിരി സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് റൗണ്ടിനോ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വാം ഡൗൺ ചെയ്യുമ്പോൾ ഒത്തിരി ഹാർഡായിട്ട് ചെയ്യേണ്ടതില്ല, ലൈറ്റ് സ്ട്രെച്ച് മതി. ഇന്നിപ്പോൾ നമ്മളിവിടെ ചെയ്തത് തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് എക്സർസൈസാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വീസിങ് പ്രോബ്ലം ഉള്ളവർ വളരെ സ്ലോയിൽ മാത്രം ചെയ്യുക. പിന്നെ മുട്ടിന് പെയിൻ ഉള്ളവർ, ഒത്തിരി ബോഡി വെയിറ്റ് ഉള്ളവരും ജമ്പ് ഒഴിവാക്കിയിട്ട് നിന്ന് ചെയ്തത് മാത്രം ചെയ്യുക നിങ്ങൾ. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം സ്ട്രെച്ചിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ട്
ലൈറ്റായിട്ട് ജോഗ് ചെയ്തു, അത് കഴിഞ്ഞ് എക്സർസൈസ് ചെയ്തു, വാമിങ് അപ്പ് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് വാമിങ് അപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റ് ഹാർഡായിട്ടുള്ള എക്സർസൈസിലോട്ട് പോയത്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ വാം ഡൗൺ ചെയ്തു. വാമിങ് അപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാം ഡൗണും. അതുകൊണ്ട് ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നീ പെയിൻ ഉള്ളവർക്കും വെരിക്കോസിൻ്റെ പ്രശ്നമുള്ളവർക്കും ഞാൻ ചെറിയൊരു ടിപ്സ് തരാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ശ്രദ്ധിച്ചു. ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഫിത്തിൽ പിടിച്ച് നിന്ന് തന്നെ ചെയ്യണമെന്നില്ല, ഞാനിങ്ങോട്ട് വന്നേ ഉള്ളൂ. ഹീൽ റൈസ് ഈ രീതിയിൽ ചെയ്യാം. ഒരു 25 ടൈംസ് ചെയ്യുന്നു, റിലാക്സ് ചെയ്തിട്ട് വീണ്ടും 25 ചെയ്യുന്നു. അങ്ങനെ ഒരു 3 or 4 ടൈംസ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പ് ഡൗൺ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നീ സ്ട്രെങ്ത് ആകും. അതിനോടൊപ്പം തന്നെ വെരിക്കോസിൻ്റെ പ്രശ്നമുള്ളവർക്കും വളരെ നല്ലതാണ്. കാരണം നമ്മുടെ കാഫ് മസിൽ ആണ് ഇവിടെ സ്ട്രെങ്ത് ആകുന്നത്. ഈ കാഫ് മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാഫ് മസിൽ നല്ല സ്ട്രോങ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ സ്മൂത്തായിട്ട് നടക്കുകയും വെരിക്കോസിൻ്റെ പ്രോബ്ലം വരാതിരിക്കുകയും നമുക്ക് നീയുടെ സ്ട്രെയിൻ കുറയുകയും ചെയ്യും. ഇതൊരു 25 ടൈംസ് ചെയ്യുക. ഒരു 30 സെക്കൻഡ്സ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും 25 ചെയ്യാം. അങ്ങനെ ഒരു 3 or 4 സെറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മതി അടുത്ത് ചെയ്യുന്നത്. ഭിത്തിയോട് ചേർന്ന് നിന്നിട്ട് കാല് കുറച്ച് ഫ്രണ്ടിലോട്ട് വെക്കുക. എന്നിട്ട് ടോ മാക്സിമം റൈസ് ചെയ്തു. ഒരു 2 or 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് പതിയെ ഡൗൺ ചെയ്യാം. ഇതൊരു 15 ടൈംസ് ചെയ്തു. ഒരു 30 സെക്കൻഡ്സ് ഒക്കെ റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അതുപോലെ ചെയ്യാം. ഒരു 3 or 4 സെറ്റ് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്ത ഹീൽ റൈസ്, ടോ റൈസ് ഡെയിലി ചെയ്യുന്നവർക്ക് നീ സ്ട്രെങ്ത് ആകും. അതുവഴി നമ്മുടെ നീ പെയിൻ കുറയും. അതുപോലെ തന്നെ വെരിക്കോസ് വരാതിരിക്കാം. വെരിക്കോസ് ഉള്ളവർക്ക് പെയിനിന് നല്ലൊരു ആശ്വാസവും ഉണ്ടാവും. ഡെയിലി ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം ജിമ്മിൽ പോയി തന്നെ ഇത് ചെയ്യണമെന്നില്ല, അതുപോലെ വർക്കൗട്ടിൻ്റെ ഇടയിൽ ചെയ്യണമെന്നില്ല. ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ബോഡി വാമാകണമെന്നില്ല ഇത് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ ചെയ്യാം. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഹീൽ റൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടോ റൈസ് എവിടെയെങ്കിലും ഒന്ന് ചാരി നിന്നിട്ട് അത് ഡെയിലി ചെയ്യാം. വെരിക്കോസും ഈ നീ പെയിനും ഉള്ളവർ മുടങ്ങാതെ മറക്കാതെ ഇത് ചെയ്യാം. അപ്പം ഞാൻ ഇന്നത്തെ വർക്കൗട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാ പേർക്കും നന്ദി.